നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട 17 കുട്ടികൾ ഉൾപ്പെടെ 73 അഫ്ഗാൻ കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. ഏറിൻ ചുഴലിക്കാറ്റ് ഭീതിയിൽ വീണ്ടും US ബീച്ചുകൾ അടച്ചു. നോർത്ത് കരോലിനയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വോളോഡിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനും ബുഡാപെസ്റ്റിൽ വെച്ച് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താൻ സാധ്യത ഏറെയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ത്രികക്ഷി ഉച്ചകോടിയിൽ പുടിനും സെലൻസ്കിയും താനില്ലാതെ കണ്ടുമുട്ടിയാൽ നല്ലതെന്നും ട്രംപ്. വാൾമാർട്ടിന്റെ ഗ്രേറ്റ് വാല്യൂ ലേബലിന് കീഴിൽ വിൽക്കുന്ന ശീതീകരിച്ച ചെമ്മീൻ കഴിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ ധാരണ. കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിന് ഇരയായി ചികിത്സയിൽ തുടരുന്നവരെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. 160 പേര് ചികിത്സയിൽ. ദുരന്തത്തിൽ മരിച്ചത് 23 പേർ. ഉക്രൈന്റെ ആകാശവും കടലും സംരക്ഷിക്കാൻ സൈന്യത്തെ അയക്കാൻ UK ഒരുങ്ങുന്നു. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധമുന്നണിയിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രതിരോധ സ്റ്റാഫ് മേധാവി ടോണി റെഡാക്കിൻ പെന്റഗണിനെ അറിയിക്കും. വാർത്തകൾ വിശദമായി. പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ 17 കുട്ടികൾ ഉൾപ്പെടെ ഇറാനിൽ നിന്നുള്ള 73 അഫ്ഗാൻ കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട അഫ്ഗാൻ കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ട് ഉള്ള ബസ്സിലുള്ളവരാണ് എന്ന് ഒരു താലിബാൻ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. കാബൂളിലേക്കുള്ള യാത്രാമധ്യേ ഹെറാത്ത് പ്രവിശ്യയിൽ ഒരു ട്രക്കും മോട്ടോർ സൈക്കിളും കൂട്ടിയിടിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി ബസ്സിന് തീപിടിച്ചതായി ഹെറാത്തിലെ താലിബാന്റെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡയറക്ടർ അഹമ്മദുള്ള മൊട്ടാഖി പറഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. മറ്റു വാഹനങ്ങളിൽ നിന്നുള്ള 2 പേരും കൊല്ലപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. സമീപ മാസങ്ങളിൽ ഇറാൻ സ്വന്തം നാട്ടിൽ സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട രേഖകളില്ലാത്ത അഫ്ഗാൻ കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് ശക്തമാക്കിയിട്ടുണ്ട്. ഏറിൻ ചുഴലിക്കാറ്റ് ഭീതിയിൽ വീണ്ടും US ബീച്ചുകൾ അടച്ചു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ഫ്ലോറിഡയിൽ നിന്ന് ന്യൂ ഇംഗ്ലണ്ട് വരെ ഏറിൻ ചുഴലിക്കാറ്റ് ഭീഷണി തുടരുന്നു. നോർത്ത് കരോലിനയിൽ കനത്ത വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്യൂർട്ടോറിക്കോയിലെ വീടുകളിലും റോഡുകളിലും വെള്ളത്തിലായി. കിഴക്കൻ US തീരത്തെ ചില സ്ഥലങ്ങളിൽ ബീച്ചുകൾ അടച്ചിട്ടു. കൊടുങ്കാറ്റ് കരയിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഏറിൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വടക്കോട്ട് ചുഴലിക്കാറ്റായി മാറുന്നതിനാൽ അപകട ഭീതി തുടരുകയാണ്. ചൊവ്വാഴ്ച ഏറിൻ കാറ്റഗറി 2 കൊടുങ്കാറ്റായി ദുർബലപ്പെട്ടു. പക്ഷേ ഇപ്പോഴും 1 മണിക്കൂറിൽ 168 കിലോമീറ്റർ വേഗതയിൽ പരമാവധി കാറ്റ് വീശുന്നുണ്ടെന്ന് US നാഷണൽ ഹരിക്കേൻ സെന്റർ പറഞ്ഞു. വാൾമാർട്ടിന്റെ ഗ്രേറ്റ് വാല്യൂ ലേബലിന്റെ കീഴിൽ വിൽക്കുന്ന ശീതീകരിച്ച ചെമ്മീൻ കഴിക്കരുത് എന്ന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇതോടെ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് വാൾമാർട്ട് US-ലെ ചില ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിച്ചു. ഒരു കയറ്റുമതി കണ്ടെയ്നറിൽ സീസിയം എന്ന ആവർത്തന മൂലകത്തിന്റെ റേഡിയോ ആക്റ്റീവ് രൂപമായ സീസിയം 137 ഉണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തി. 13 US സംസ്ഥാനങ്ങളിലെ ഉപഭോക്താക്കൾക്ക് അടുത്തിടെ വാങ്ങിയ 3 ബാച്ചുകളിലെ ചെമ്മീൻ ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ FDA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അലബാമ, അർക്കൻസാസ്, ഫ്ലോറിഡ, ജോർജിയ, കെന്റക്കി, ലൂസിയാന, മിസോറി, മിസിസിപ്പി, ഒഹായോ, ഒക്ലഹോമ, പെൻസിൽവാനിയ, ടെക്സസ്, വെസ്റ്റ് വിർജീനിയ എന്നിവിടങ്ങളിലെ ഉപഭോക്താക്കളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചു. വോളോഡിമിർ സെലൻസ്കിയും വ്ളാഡിമിർ പുടിനും ബുഡാപെസ്റ്റിൽ വെച്ച് ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്താൻ സാധ്യത ഏറെയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ത്രികക്ഷി ഉച്ചകോടിയിൽ പുടിനും സെലൻസ്കിയും താനില്ലാതെ കണ്ടുമുട്ടിയാൽ നല്ലതാണെന്ന് ട്രംപ് പ്രതികരിച്ചു. ആവശ്യമെങ്കിൽ ചർച്ചയ്ക്കായി താൻ പോകാമെന്നും ട്രംപ് റേഡിയോ അവതാരകൻ മാർക്ക് ലെവിയോട് പറഞ്ഞു. പുടിനും സെലൻസ്കിയും തമ്മിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് റഷ്യയിൽ നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. സെലൻസ്കിയും പുടിനും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായി പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയുടെ വേദിയായ ബുഡാപെസ്റ്റിനെ ട്രംപ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ ധാരണയായി. അതിർത്തി വ്യാപാരം, കൈലാസ മാനസരോവർ തീർത്ഥാടന യാത്രകൾ എന്നിവ തുടരാനും ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും ഇക്കാര്യങ്ങളിൽ ധാരണയിലെത്തിയത്. നേരിട്ടുള്ള വിമാനയാത്രകൾ പുനരാരംഭിക്കുന്നതിനോടൊപ്പം വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റു സന്ദർശകർക്കും ഇരുഭാഗത്തേക്കും വിസ അനുവദിക്കുന്നത് സുഗമമാക്കാനും ധാരണയായി. കുവൈറ്റിലെ വിഷമദ്യ ദുരന്തത്തിന് ഇരയായി ചികിത്സയിൽ തുടരുന്നവരെ നാടുകടത്താനുള്ള നടപടികൾ ആരംഭിച്ചു. 160 പേരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയത്. ദുരന്തത്തിൽ 23 പേർ മരിച്ചിരുന്നു. ചികിത്സയിൽ തുടരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാൽ ഉടൻ നാട്ടിലേക്ക് അയക്കും. ഇവർക്ക് തിരിച്ച് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വിലക്കും ഏർപ്പെടുത്തും. ജോലിയും ആരോഗ്യവും നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയിലാണ് പ്രവാസികൾ. കുവൈറ്റിൽ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്തു വരുന്നവരാണ് വിഷമദ്യ ദുരന്തത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഭൂരിഭാഗവും.
ഇവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളാണ് നാട്ടിലുള്ളത്. ആ ചെറിയ തുക കൂടി ലഭിക്കാതെയാകുമ്പോൾ പ്രവാസികളുടെ മിക്ക കുടുംബങ്ങളും കടുത്ത പ്രതിസന്ധിയിലാകും. അത് മാത്രവുമല്ല, നിലവിൽ ചികിത്സയിൽ തുടരുന്ന പലരുടെയും കാഴ്ച നഷ്ടപ്പെടുകയും വൃക്ക തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ തുടർ ചികിത്സയ്ക്കുള്ള പണവും ഇനി വീട്ടുകാർ കണ്ടെത്തേണ്ടി വരും. ഇത് പല കുടുംബങ്ങളുടെയും മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി ബാധിക്കും. കുവൈറ്റിലെ മദ്യദുരന്തത്തിൽ 23 പേരാണ് മരിച്ചത്. ഇവരിൽ 6 പേർ മലയാളികളാണെന്നാണ് സൂചന. ചികിത്സയിൽ കഴിയുന്നവരിൽ 20 പേർക്ക് കാഴ്ച നഷ്ടമായതായ റിപ്പോർട്ടുകളുണ്ട്. ചികിത്സയിൽ തുടരുന്ന ആളുകളുടെ വിവരങ്ങൾ കുവൈറ്റ് അധികൃതർ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. ഉക്രൈനിന്റെ ആകാശവും കടലും സംരക്ഷിക്കാൻ സൈന്യത്തെ അയക്കാൻ UK ഒരുങ്ങുന്നു. UK ലോജിസ്റ്റിക്കൽ പിന്തുണയും പരിശീലനവും നൽകുന്നതിന് സൈനികരെ നൽകുമെന്നും എന്നാൽ റഷ്യയുമായുള്ള യുദ്ധമുന്നണിയിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്നും ബ്രിട്ടീഷ് പ്രതിരോധ സ്റ്റാഫ് മേധാവി ടോണി റെഡാക്കിൻ പെന്റഗണിനെ അറിയിക്കും. പ്രതിരോധ സ്റ്റാഫ് മേധാവി ടോണി റെഡാക്കിൻ ബുധനാഴ്ച പെന്റഗണിൽ നടക്കുന്ന യോഗങ്ങളിൽ പങ്കെടുക്കും. ഉക്രൈനിയൻ സൈറ്റുകൾ സംരക്ഷിക്കാൻ 30,000 സൈനികരെ വരെ വിന്യസിക്കുന്നതിനെ കുറിച്ച് UK US ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. എന്നാൽ ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് അത് കുറച്ചു.